എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സംഭവമുണ്ടായി. ഒരു പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നോക്കിയിരിക്കുകയല്ല വേണ്ടത്, എങ്ങനെ പെരുമാറണം, എങ്ങനെ ആ വൈകൃതക്കാരനെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന ധൈര്യം കാട്ടിയ പെൺകുട്ടിക്ക് ബിഗ് സല്യൂട്ട്. അതിക്രമം നേരിട്ട പെൺകുട്ടി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഈ വിവരം കേരളത്തെ ആകെ അറിയിച്ചത്. അതിനു മുമ്പ് ആ സംഭവം നടന്ന ഇടത്ത് തന്നെ അവൾ കൃത്യമായി ആക്ട് ചെയ്തിരുന്നു, കൃത്യമായി ഇടപെട്ടിരുന്നു. അതാണ് അവൾക്ക് ഇത്രമാത്രം ബഹുമാനം നൽകാൻ അല്ലെങ്കിൽ ആദരവ് തോന്നാൻ മറ്റുള്ളവർക്ക് തോന്നാനുള്ള കാരണം. കഴിഞ്ഞ ശനിയാഴ്ച ഏതാണ്ട് വൈകിട്ട് 3 മണിയോട് കൂടിയാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഈ സംഭവം. പൂനെ കന്യാകുമാരി എക്സ്പ്രസ് വരികയാണ്. അധികം തിരക്കില്ലാത്ത പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയാണ് പെൺകുട്ടി ട്രെയിനിലേക്ക് കയറാൻ നിൽക്കുന്നു. അപ്പോൾ സൈഡ് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ഒരു കൈ വരികയാണ്. ആ കൈ അപമര്യാദയായി ആ പെൺകുട്ടിയെ സ്പർശിക്കുന്നു. ബഹളം വെക്കുന്ന യുവതി മാത്രമല്ല, ഇയാളുടെ മുഖത്തടിക്കുകയും ചെയ്തു. കയ്യിൽ പിടുത്തം കിട്ടി, പിടുത്തം വിടാതെ പെൺകുട്ടി പിടിച്ചു നിന്നു, വീഡിയോ എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് അദ്ദേഹം ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത്. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കായിരുന്നു. പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ട്രെയിനിൽ കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല. വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിൽ ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ അത്രയും ആൾക്കാരില്ല. ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട്. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കാട്ടോ. നീ പോവില്ല മോനെ എന്നും പറഞ്ഞ് അവൾ പിടിച്ചു നിർത്തിയ ആ ഒരു ധൈര്യമുണ്ടല്ലോ, അതാണ് കേരളത്തിലെ പെൺകുട്ടികൾ മാതൃകയാക്കേണ്ടത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ആ ധൈര്യം അവിടെ ഉണ്ടാകണം. എന്താണെങ്കിലും ഇയാളുടെ പേര് സജീവ് എന്നാണ്. തിരുവനന്തപുരം കീഴാരൂർ സ്വദേശിയാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ ഈ പ്രതിയെ ഓടി രക്ഷപ്പെട്ടെങ്കിലും ഓടിച്ചിട്ട് പിടിച്ചു എന്നാണ് പെൺകുട്ടി പറയുന്നത്. പക്ഷേ അതിനിടയിലുമുണ്ട് ചില സങ്കടം തോന്നുന്ന കാര്യങ്ങൾ. പെൺകുട്ടി ഇത്തരത്തിൽ ബഹളം വെക്കുമ്പോൾ പോലീസുകാരുടെയും നാട്ടുകാരുടെയും സഹായം തേടുമ്പോൾ ഒരു ചേച്ചി പറഞ്ഞത്രേ, മോളെ സാരമില്ല, മാലയൊന്നും പൊട്ടിച്ചില്ലല്ലോ, പോട്ടെ എന്ന്. ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീക്ക് നേരിടുന്ന അനുഭവത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ സങ്കടം തോന്നാതിരിക്കുമെന്ന് അവൾ തന്നെ പറയും. അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു, സാരില്ല മോളെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, സാരില്ല, എന്തായാലും മാല അങ്ങനത്തെ ഒന്നല്ലല്ലോ പൊട്ടിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു, അവളെന്റെ മാല പൊട്ടിച്ചതല്ല, അവളെന്റെ ബ്രസ്റ്റിൽ കയറി പിടിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഇത്തരം സംഭവങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിൽ അത് വലിയ ദോഷമുണ്ടാക്കും. നമ്മളെ പറ്റി മാത്രം ഓർക്കരുത്. എല്ലാവരും പറയും ഭാവി പോകും, കോടതി കയറേണ്ടി വരും, കേസാണ്, പൊല്ലാപ്പാണ്, നൂലാമാലയാണെന്നൊക്കെ. പക്ഷേ നമ്മളെ പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എന്താണ് ഗുണമെന്നാണ് അവൾ ചോദിക്കുന്നത്. ശബ്ദമുയർത്തിയതിൽ അവൾക്കുമുണ്ട് അഭിമാനം. ഞാൻ ഇട്ട ഡ്രസ് എന്താ പറയുക, ഞാൻ ഈ ജേഴ്സി ഇട്ടിട്ടാണ്, അതും സമയം 3:30, വൈകുന്നേരം 3:30, ആ ഒരു നട്ടുച്ച വൈകുന്നേരം സമയമാണ്. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിമാൻഡിൽ ആയതുകൊണ്ട് കോടതിയിലേക്കൊക്കെ കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഞാൻ കോടതിയിലേക്ക് വരാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ആളുടെ ആദ്യത്തെ ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആളുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്തു. ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഒരു പക്ഷെ ഞാൻ ഒന്നും സംസാരിക്കാണ്ട് ഞാൻ അവിടുന്ന് അയാൾ എന്നെ പിടിച്ചു എന്നുള്ള ഒരു സാധനം കൊണ്ട് ഞാൻ ആ കുറ്റബോധത്തിൽ ഞാൻ ആ ട്രെയിനിൽ കയറി തൃശ്ശൂരിലേക്ക് എത്തിയിരുന്നു. എനിക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പോലും പറ്റൂല. എന്റെ സൗണ്ട് റേസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഞാൻ ആക്ച്വലി ഭയങ്കര പ്രൗഡാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റിയാണ്. എനിക്കറിയില്ല എത്ര ഗേൾസിന് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നമ്മളെ സൗണ്ട് റേസ് ചെയ്യാത്ത കാരണം കൊണ്ടോ നമ്മളൊരു കേസ് ഫയൽ ചെയ്യാത്ത കാരണം കൊണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടരുത്. ഇടറിയ കണ്ടത്തോടു കൂടിയാണ് അവൾ ആ വീഡിയോയിൽ അവസാനം സംസാരിക്കുന്നത്.
പക്ഷേ അപ്പോഴും ധൈര്യം അതവൾ നിലനിർത്തി എന്നുള്ളതാണ്. അതിലാണ് മകളെ നിങ്ങളോടുള്ള ഏറ്റവും വലിയ ബഹുമാനവും ആദരവും. എന്നാൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 74, സെക്ഷൻ 75(1)(i) എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പിടിക്കപ്പെട്ടപ്പോൾ ഇയാളും നാടകമിറക്കി. കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, അവരറിഞ്ഞാൽ വല്ലാതെ സങ്കടപ്പെടും, അവർക്കിത് താങ്ങാൻ കഴിയില്ല എന്ന്. ആലോചിച്ചില്ലേ പ്രിയ സുഹൃത്തെ ഇതിനു മുമ്പ് ഇത്തരമൊരു സാഹചര്യമൊന്നും? വീട്ടിൽ കുടുംബമുണ്ട്, ഭാര്യയുണ്ട് എന്നൊക്കെ. എന്തായാലും പെൺകുട്ടി, നിനക്ക് ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട്.